നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആദ്യത്തെ ചാപ്റ്ററുകളെല്ലാം ഫിസിക്സിന്റെ വെയിറ്റേജ് ഉള്ളതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. വളരെ സിമ്പിളായിട്ടായിരിക്കും മാഷ് പഠിപ്പിക്കുന്നത്. നോട്ട്സും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാനുള്ളവരെല്ലാം ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനകത്തുണ്ടേ, ഇടിച്ച് കയറുക. സിമ്പിളായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കുക കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനകത്ത് കഴിഞ്ഞ ഇംപ്രൂവ്മെന്റിന്റെ പരീക്ഷയ്ക്ക് ന്യൂട്ടന്റെ 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു. ഇതിനകത്ത് ആദ്യം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ പറയാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇതൊക്കെ സിമ്പിളാണെന്ന് വിചാരിക്കും, ഇതൊക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക് കേട്ടോ. പിന്നെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ന്യൂട്ടന്റെ 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അതിന്റെ ഡെറിവേഷൻ, പിന്നെ S=UT + ½ AT² ഗ്രാഫിക്കലി എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വെച്ച് ഡെറിവ് ചെയ്യുന്നത്. അത് മാറ്റി പഠിപ്പിച്ചു തരാം. ഇപ്പം നമുക്ക് 3 ഡെറിവേഷൻ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഡെറിവേഷൻ ഒക്കെ ഒന്ന് പറയാൻ പോവാണ്. 3 ഡെറിവേഷൻ. ആദ്യത്തെ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാം, 3 നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് V=U + AT, 2 S=UT + ½ AT², ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചതാണ്. 3 V² ഇപ്പുറത്തോട്ട് -U² = 2AS. ഈ 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. V=U + AT, V ഫൈനൽ വെലോസിറ്റി ആണ്, U ഇനീഷ്യൽ വെലോസിറ്റി ആണ്, A ആക്സലറേഷൻ ആണ്, T ടൈം ആണ്, S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതെല്ലാം ഇതിനകത്തെല്ലാം വരുന്ന ലെറ്റേഴ്സ് ഇതെല്ലാം ഉള്ളൂ. ഇത് 3 ഡെറൈവ് ചെയ്യണം. അന്നേരം ഞാൻ ഇവിടെ ഒരു ചെറിയ മാറ്റം വരുന്നതാണ്. V എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റിക്ക് വരെ ഞാൻ ഇവിടെ VT എന്ന് കൊടുക്കുകയാണ്. ഫൈനൽ വെലോസിറ്റി VT എന്നാക്കുകയാണ്. U എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിക്ക് വരെ ഞാൻ V0 എന്നാക്കുകയാണ്. Vക്ക് പകരം VT എന്നും Uന് പകരം ഞാൻ V0 എന്നും ആക്കി. ഇനി ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ഡെറിവേഷൻ വെലോസിറ്റി ടൈം റിലേഷൻ. ഓരോന്നും പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും നോക്കണേ. വെലോസിറ്റി ടൈം റിലേഷൻ ആണ്ടെ ഈ ഇക്വേഷൻ മാറ്റാൻ പോവാണ്. വിക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? VT = യുന് പകരം എന്ത് കൊടുക്കാം? V0 + AT. അതുപോലെ ഇതെനിക്ക് ഡിറൈവ് ചെയ്ത് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ മാർക്ക് പോകും. അന്നേരം 3 ചോദിച്ചിട്ടുണ്ട്. ഒരെണ്ണം ചോദിച്ചാൽ ചിലപ്പോൾ 2 മാർക്ക്, അടുത്ത ചിലപ്പോൾ ചോദിച്ചാൽ 3 മാർക്ക് ചോദിക്കാം. അന്നേരം ഇത് നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുന്നതെന്ന്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൂടി? ആക്സിലറേഷൻ, സാധാരണ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. ഇവിടെ നമുക്ക് 2 വെലോസിറ്റി ഉണ്ട്, V0 ഉണ്ട്, VT ഉണ്ട്. 2 വെലോസിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം: ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം A=2. 2 വെലോസിറ്റി V0 VT. V0 ഇനീഷ്യലും VT ഫൈനലും ആണ്. എപ്പോഴും ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? VT - V0 ബൈ ടൈമിന് T എന്ന് കൊടുക്കുക. ഇക്വേഷൻ നല്ല ഉത്തരം കിട്ടുക. VT - V0 = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ AT അല്ലേ? എല്ലാ സ്റ്റെപ്പും മാഷം എഴുതുക. VT = AT + V0. A + B എന്ന് പറയുന്നത് തന്നെയല്ലേ തിരിച്ചെഴുതിയ B + A. അങ്ങനെയാണെങ്കിൽ നാണ്ട് ഉത്തരം 2 കൂട്ടം എഴുതാണ്. VT = V0 + AT. കിട്ടിപ്പോയി ഉത്തരം കിട്ടി ആണ്. VT = V0 + AT. ഇത് പഠിക്കാനായിട്ട് ആദ്യം കാണുന്നവർക്ക് ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് കമന്റ് ഇടാം, വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഇതാണ് ആദ്യത്തെ റിലേഷൻ, വെലോസിറ്റി ടൈം റിലേഷൻ. എന്നിട്ട് ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. അടുത്ത രണ്ടാമത്തത് പൊസിഷൻ ടൈം റിലേഷൻ, അതായത് S=UT + ½ AT². അവനെ നമുക്കൊന്ന് മാറ്റാം. അവനെ ഇങ്ങനെ മാറ്റിയെടുക്കാം. S=, യുന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? V0T + ½ AT². ഇത് ഡിറൈവ് ചെയ്യാം. രണ്ടാമത്തെ ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തെ റിലേഷൻ പൊസിഷൻ ടൈം റിലേഷൻ ആണ്. കിട്ടേണ്ടത് ഇങ്ങനെയാണ്: S=V0T + ½ AT². വളരെ സിമ്പിളായിട്ട് പഠിക്കാം. സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ട്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ആണ് S. അതിന് S=, എങ്ങനെ എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് S= V × T. ഓക്കെ. ഒരു പാർട്ടിക്കിൾ ആവറേജ് വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം ഒരാൾ ബൈക്ക് ഓടിക്കുന്ന, ചിലർ ബൈക്ക് ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സൈക്കിളൊക്കെ ഓവർടേക്ക് ചെയ്യും. 20 കിലോമീറ്റർ സ്പീഡിലും 10 കിലോമീറ്റർ സ്പീഡിലും ബൈക്ക് ഓടിക്കുന്നവരുണ്ട്. 50 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നവരുണ്ട്. 100 കിലോമീറ്റർ സ്പീഡിലുണ്ട്. ഈ 50 കിലോമീറ്ററാണ് ഏകദേശം ഒരു ആവറേജ് രീതിയിൽ ഓടിക്കുന്നത്. ഒരു പാർട്ടിക്കിൾ ആവറേജ് വെലോസിറ്റിയിൽ ഓടിച്ചാൽ നമുക്ക് ആവറേജ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെലോസിറ്റിക്ക് പകരം ആവറേജ് വെലോസിറ്റി
ഇൻറ്റു ടൈം എന്ന് കൊടുക്കാം. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റിക്ക് ഒരു ആവറേജ് വെലോസിറ്റി. ഇപ്പം നമുക്കറിയാം രണ്ട് വെലോസിറ്റി ഉണ്ട് ഇവിടെ, V0 VT. എങ്ങനെ ആവറേജ് എടുക്കുന്നത്? ഇപ്പം എയും ബിയും ആണെങ്കിൽ ആവറേജ് എടുക്കുന്നത് A+B/2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ V0യുടെയും VTയുടെ ആവറേജ് എടുക്കുന്നത് എങ്ങനെയാണ്? V0 + VT/2. അതോർത്തോണേ. അന്നേരം ആവറേജ് എന്ന് പറഞ്ഞാൽ എയും ബിയും ആണെങ്കിൽ A+B/2. അങ്ങനെയാണെങ്കിൽ ഇവിടെ V0 VT ആണെങ്കിൽ S = എങ്ങനെ എഴുതാം? V0 + VT/2 × T. ഇത്രയും സ്റ്റെപ്പുകൾ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയണം. ഇതാണ് കിട്ടേണ്ടത്. വെലോസിറ്റി V = S/T, അതിന് S = V × T. S = ഒരു പാർട്ടികൾ ആവറേജ് വെലോസിറ്റിയിലാണെങ്കിൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. S = V0 VT രണ്ടെണ്ണം വെലോസിറ്റി ആണെങ്കിൽ V0 + VT/2 × T. ഇനി നമ്മൾ മുമ്പേ പഠിച്ച ആദ്യ ഇക്വേഷൻ VT എന്ന് പറഞ്ഞാൽ V0 + AT ആണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണേ. ഈ VTയുടെ സ്ഥാനത്തോട്ട് മാഷ് V0 + AT കൊടുക്കുകയാണ്. അന്നേരം S = V0 + VTയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? V0 + AT/2 × T. ഓക്കെ. S = A+2A ആണെങ്കിൽ V0 + V0 2V0 + AT/2 × T. എല്ലാ സ്റ്റെപ്പ് എഴുതിയ പോലെ. ഇനി നമുക്കിതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. A+B/2 എങ്ങനെയാണ് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുന്നത്? A/2 + B/2. അങ്ങനെയാണെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് S = 2V0/2 + AT/2 × T. S = 2 × 2 ക്യാൻസൽ. ബാക്കി V0 + ആവേശം ഒന്നും കാണിക്കരുത് കേട്ടോ. AT/2 × T. ഈ T കൊണ്ട് ഈ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം S = V0 × T V0T + AT × T AT²/2. S = V0T + ½ AT². ഇതല്ലേ കിട്ടേണ്ടത്? നോക്കി. S = V0T + ½ AT². ഇതിൻ്റെ നോട്ടും ഒക്കെ ഞാൻ ഇട്ട് തരാം. ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. രണ്ടാമത്തെ ഡെറിവേഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഡെറിവേഷൻ ആണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഈ രണ്ടെണ്ണം അങ്ങ് ചേർത്ത് വെക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്നേരം നമുക്ക് മൂന്നാമത്തെ റിലേഷൻ പഠിക്കാം. ഓക്കെ. അടുത്ത മൂന്നാമത്തെ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ യഥാർത്ഥത്തിൽ V² - U² = 2s ആണ്. വിക്ക് പകരം നമ്മൾ VT², യുവിന് പകരം V0² = 2s. നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചില്ലേ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. രണ്ട് വെലോസിറ്റി ഉണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഏതൊക്കെയാണ് രണ്ട് വെലോസിറ്റി? V0 VT. എങ്ങനെയാണ് ചേഞ്ച് എടുക്കുന്നത്? VT - V0/T. കൈവശമൊക്കെ മോശമുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അതിൽ നിന്ന് നിയറിയ നിങ്ങൾക്ക് കുഴപ്പം വരുന്നില്ല. VT - V0 ചുമ്മാ പറഞ്ഞാൽ VT - V0 = A × T. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ഇനി ഇത് ഇക്വേഷൻ നമ്പർ 1 ആണല്ലോ. ഇപ്പം നമ്മൾ വീണ്ടും പഠിച്ച പോലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഒരു പാർട്ടികൾ ആവറേജ് വെലോസിറ്റി സഞ്ചരിച്ചാൽ S = ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ. ശ്രദ്ധിച്ചോണേ. ഇനി S = ആവറേജ് വെലോസിറ്റി V0 VT ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എങ്ങനെയാ? V0 + VT/2 × T അല്ലേ? S = ഇവിടെ ശ്രദ്ധിക്കണം. A+B എന്ന് പറയുന്നത് തിരിച്ചു എഴുതാം. B + A എന്ന് പറഞ്ഞാലും ശരിയാണ്. 1 + 2 തന്നെയാണ് 2 + 1. അങ്ങനെയാണെങ്കിൽ V0 + VT നമുക്ക് എങ്ങനെ എഴുതാം? VT + V0 തിരിച്ചെഴുതി /2 × T. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് VT + V0 ഈക്വൽ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 2 ഇങ്ങോട്ടേക്ക് പോകും. എസിൻ്റെ കൂട്ടത്തിൽ പോകും. ഇവിടെ ഒരു T ഉണ്ട്. അന്നേരം 2s/T. ഇക്വേഷൻ നമ്പർ 2. ഇപ്പം ഇക്വേഷൻ നമ്പർ 1 ആയി. ഇക്വേഷൻ നമ്പർ 2 ആയി. ഞാൻ 1ഉം 2 കൂടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് എഴുതുകയാണ്. ഞാൻ മാഷി ഇതങ്ങ് തുടച്ചോട്ടെ. കഷ്ടപ്പെട്ട് തുടങ്ങിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ. എന്നിട്ടാണ് ഞാൻ ഇവിടോട്ട് അങ്ങ് എഴുതുകയാണേ.
ആദ്യത്തെ ഇക്വേഷൻ Vt minus V0 is equal to AT, equation number 1. Vt plus V0 is equal to 2s by t, equation number 2. Multiplying on the same side. Same side തമ്മിൽ multiply. ഇപ്പം നിങ്ങൾ നോക്കിയേ, A is equal to 3, B is equal to 2. Multiplying on the same side എന്ന് പറഞ്ഞാൽ ഇതാണ് same side. ഇതാണ് same side. Multiply ചെയ്തേ A into B, AB is equal to 3 into 2, 6. അങ്ങനെയാണെങ്കിൽ ഇത് സെയിം സൈഡ് തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. Vt minus V0 into Vt plus V0 equal ഇവിടെ AT into 2s by t. സെയിം സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ. A plus B into A minus B അല്ലേ ഇവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ Vt minus V0 into Vt plus V0 എന്തുവാ? Vt square minus V0 square. A plus B into A minus B എന്ന് പറഞ്ഞാൽ A square minus V square. Vt plus V0 into Vt minus V0, Vt square minus V0 square is equal to T in D അങ്ങ് വെട്ടിപ്പോയി. 2s into A എന്ന് പറഞ്ഞാൽ 2as. ആണ്ട കിട്ടിയുടെ ഇക്വേഷൻ കിട്ടിപ്പോയി നോട്ടെ. ഇതാണ് മൂന്നാമത്തെ റിലേഷൻ. മൂന്നാണ് ന്യൂട്ടൻ്റെ റിലേഷൻ കിടുകാച്ചിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എത്ര വട്ടം മേലെ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിച്ചുകൊണ്ട് പോകും. ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് പോലും. ഈ മാഷ് ഒരു ടോപ്പിക്കോടെ പഠിപ്പിക്കാം, അതിൻ്റെ ഡയറക്ഷൻ പഠിപ്പിക്കാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓക്കെ ആണോ? മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ചെറവറ വരും, നോട്ട്സും വരും, എല്ലാ കാര്യങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പിനകത്തും കിട്ടും. കാണുകയും ചെയ്യാം, പഠിക്കണേ, നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി. അടുത്ത ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഡിനോട്ട് ലെറ്റർ എസ് ആണ്. എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അന്നേരം അവിടെ അങ്ങ് നിൽക്കുക വണ്ടി ഇല്ല, ഒരു ഇത്ര സെൻറ്റിമീറ്റർ ഇത്ര മില്ലിമീറ്റർ എങ്കിലും അത് മുന്നോട്ട് പോകും. അന്നേരം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശകലം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുവാണെങ്കിൽ ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ആ വാക്കിൽ തന്നെ ഉണ്ട്, അതിനെ പറയുന്ന പേര് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഡിനോട്ട് ലെറ്റർ എസ്. അതിൻ്റെ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മൾ വണ്ടി നിർത്തി കഴിയുമ്പോൾ അവിടെ വെലോസിറ്റി 0 ഇല്ലയോ? അന്നേരം യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, വി ആണ് 0. എ ഈസ് ഈക്വൽ ടു മൈനസ് എ. ഈ രണ്ട് കണ്ടീഷൻസ് മാസ്റ്റാണ്. എ ഈസ് ഈക്വൽ ടു മൈനസ് എക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ 1 മാർക്കായിട്ട് വയ്ക്കാം. മൈനസ് എ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ആക്സലറേഷൻ. നെഗറ്റീവ് ഓഫ് ആക്സലറേഷനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. അന്നേരം ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാം. നമ്മുടെ ന്യൂട്ടന്റെ ഇക്വേഷൻ കൊണ്ട് എടുക്കാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തേ. വിക്ക് പകരം 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം മൈനസ് എ ഇൻറ്റു എസ്. എസ് ആണ് കണ്ടുപിടിക്കണമെന്ന് ഓർക്കണേ. 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0, എല്ലാ സ്റ്റെപ്പ് എഴുതുകയാണ്. യു സ്ക്വയർ പ്ലസ് ഇൻറ്റു മൈനസ് പറഞ്ഞാൽ മൈനസ് 2as. തിരിച്ചെഴുതിയാൽ യു സ്ക്വയർ മൈനസ് 2as ഈസ് ഈക്വൽ ടു 0. യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 പ്ലസ് 2as. ഉണ്ടോ? ഇങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുമോ? യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. നമുക്ക് വേണ്ടത് എഴുതി ചിലരങ്ങ് പോകും, എന്ത് കണ്ടുപിടിക്കണമെന്ന് മറന്നു പോകും. എസ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനുള്ള ഡെറിവേഷൻ. ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടോപ്പിക്ക്, അതുപോലെ തന്നെ പിന്നീട് ഞാൻ എടുത്തു തന്നോളാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഗ്രാഫിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 സ്റ്റെപ്പേ ഉള്ളൂ നമ്മുടെ നോട്ടിനകത്ത്. ഇതുകൂടെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 8 മാർക്ക്, 7 മുതൽ 8 മാർക്ക് വരെ ഉറപ്പിക്കാം. അത് ഇത്രയേ ഉള്ളൂ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വരെ. ഇങ്ങനെ ഓരോരോ ചാപ്റ്റർ പടപടാന്ന് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഉറപ്പിച്ചു, ആ പ്രോബ്ലംസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊരു വിശ്വാസം, പരസ്പര വിശ്വാസമാണ്. നിങ്ങളുടെ സീനിയേഴ്സിനും സൂപ്പർ സീനിയേഴ്സിനും ഒക്കെ ആ വിശ്വാസമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസമാണ്. പിന്നെ ദൈവത്തിൻ്റെ ഒരു ഇതുകൂടെ കിട്ടുമ്പോൾ നമുക്ക് ഗംഭീരമായിട്ട് എഴുതാൻ പറ്റും. അന്നേരം അതെല്ലാം അവിടെ ചേർന്ന് വരണം. നിങ്ങൾ പഠിക്കണം, ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണം, ഇത് മനസ്സിലാകണം. അന്നേരം ഇതെല്ലാം റെഡി ആയിട്ട് വരണം. അതെല്ലാം റെഡിയായി വരും. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. എല്ലായ്പ്പോഴും നമ്മളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിക്കാൻ നമുക്ക് മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കത്തില്ല. അന്നേരം ബമ്പർ ലോട്ടറി അടിക്കണമെങ്കിൽ നമ്മൾ ഗംഭീരമായിട്ട് കഷ്ടപ്പെടണം. ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. അന്നേരം മനസ്സിലായി. നിങ്ങൾ കമൻസ് ചറപറ കമൻസ് ഇട്ടുകൊള്ളുക. കമൻസ് ഞാൻ എല്ലാം വായിച്ച് നോക്കും. മാക്സിമം കമൻസിന് റിപ്ലൈ ചെയ്യാൻ നോക്കും യൂട്യൂബിനകത്ത്. അല്ലാതെ വാട്സപ്പിനകത്ത് ഇഷ്ടം പോലെ മെസ്സേജുകൾ, അത് ചിലപ്പോൾ വായിക്കാൻ പറ്റണമെന്നില്ല, സോറി. ഇത് ഞാൻ പരമാവധി മാക്സിമം കമൻസിന് റിപ്ലൈ തരും കേട്ടോ. എന്നാൽ ലൈക്കെങ്കിലും അടിക്കും. അന്നേരം നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിടുക. അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നവരെ
വണക്കം. ബൈ ബൈ, സീ യു. നെവർ എവർ ഗിവ് അപ്പ്.